CJP പരിശോധനയ്ക്ക് പിന്നാലെ രാജസ്ഥാനിലെ സ്കൂളുകളുടെ ദുരവസ്ഥ പുറത്ത്. 611 സ്കൂളുകൾക്ക് സ്വന്തം കെട്ടിടമില്ല. താൽക്കാലിക സംവിധാനങ്ങളിലാണ് ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. പല സ്കൂളുകളിലും ശുചിമുറിയോ കുടിവെള്ള സൗകര്യമോ ഇല്ല. ജയ്പൂരിൽ CJP പരിശോധന നടത്തിയ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് കാലിത്തൊഴുത്തിലെന്ന ആരോപണം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, നമുക്കറിയാവുന്നതാണ്, യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. രാഹുൽ, അതിൽ ഈ നാട്ടിലെ, ഈ രാജ്യത്തെ പെൺകുട്ടികൾ, അതും +2 വരെയൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഒന്ന് ശുചിമുറിയിൽ പോകാൻ, പലപ്പോഴും മേൽക്കൂര പോലുമില്ലാത്ത ശുചിമുറി, അവിടെ കരുതി വച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ പഴക്കമുള്ളത്. ആ ടാങ്ക് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, മറ പോലും ഇല്ലാത്ത സാഹചര്യം. എത്രയെത്ര ആരോഗ്യ പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ രാജ്യത്തെ യുവത്വം പഠനം പൂർത്തിയാക്കുന്നുവെന്ന ഗതികെട്ട കാഴ്ചയൊക്കെയാണ് പുറത്തു വരുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സ്കൂൾ ടീക്കരോ എന്ന പേരിലാണ് CJP ക്യാമ്പയിൻ തുടങ്ങിയത്. ക്യാമ്പയിൻ കൂടുതൽ ശക്തമാകുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാജസ്ഥാനിൽ നിന്നാണ്. ഈ ക്യാമ്പയിന് പിന്നാലെ ചില രേഖകൾ, സർക്കാരിന്റെ തന്നെ രേഖകൾ, അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ്. 611 സ്കൂളുകളിൽ രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് താൽക്കാലിക സംവിധാനങ്ങളിലാണ്. സ്വന്തം നിലയിൽ സംവിധാനമില്ല എന്ന കണ്ടെത്തൽ സർക്കാരിന്റെ രേഖ തന്നെയാണ്. സ്കൂളുകളെ ഓഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്ന രേഖ, ആ രേഖ പറയുകയാണ് 611 ഈ സ്കൂളുകളിൽ 10 ഗേൾസ് സ്കൂളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം. പല സ്കൂളുകളും പ്രവർത്തിക്കുന്നത് കാലിത്തൊഴുത്തുകളിലും പൊളിഞ്ഞു വീഴാറായ ഷെഡുകളിലുമാണ് എന്ന ആക്ഷേപം CJP നേരത്തെ ഉയർത്തിയിരുന്നു. രാജസ്ഥാനിലെ മാത്രം കാര്യമെടുത്താൽ 2047 സ്കൂളുകളിൽ ടോയ്ലറ്റ് സൗകര്യമില്ല, 1049 കുടിവെള്ള സൗകര്യമില്ല. ഈ വിദ്യാർത്ഥികൾ ഇത് എങ്ങനെ പഠിക്കും എന്ന ചോദ്യമാണ് പൊതുവിൽ പൊതുജനങ്ങൾ തന്നെ ഉയർത്തുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ സ്കൂളുകൾ പരിശോധിക്കാനെത്തിയ അശുതോഷ് റാങ്കെ അടക്കമുള്ള CJP നേതാക്കളെയും പ്രവർത്തകരെയും അവിടെയുണ്ടായിരുന്ന BJP പ്രവർത്തകർ ആട്ടിയോടിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയ്ക്കെത്തിയ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് കാലിത്തൊഴുത്തിലാണ് എന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. സ്കൂളുകളിൽ വീഡിയോ ചിത്രീകരിക്കരുത് എന്ന പ്രത്യേക ഉത്തരവ് കൂടി രാജസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഈ ദുരവസ്ഥയൊന്നും ആളുകളെ കാണിക്കരുത് എന്നത് തന്നെയാണ് ഈ ഉത്തരവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തം. ഏതായാലും പ്രതിഷേധം തുടരുന്നു. ക്യാമ്പയിൻ ശക്തമായി തുടരാനാണ് CJPയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം CJP നേതാവ് അശുതോഷ് റാങ്കെ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റിരുന്നു. ഇവർക്ക് മർദ്ദിച്ച, അതാണ് തല്ലാനെ അറിയൂ എന്നുള്ളതാണ്. അതിനൊരു തീരുമാനമുണ്ടാക്കാനോ പരിഹാരമുണ്ടാക്കാനോ അറിയില്ല. പകരം ഈ ദുരവസ്ഥകൾ, ഈ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ തല്ലി ഓടിക്കുക എന്ന ഒരു പ്രതിരോധം മാത്രമാണ് ഇവർക്കുള്ളത് എന്നതാണ് അതിലെ കഷ്ടം. എന്തായാലും ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ സ്കൂളുകളുടെ ദുരവസ്ഥ രാജ്യം കാണുകയാണ്, ലോകവും. ഇടവേള, തിരിച്ചു.